അതുകൊണ്ട് നീ ഇങ്ങനെ സ്ഥാപനം നട്ടാൽ നടക്കില്ല, ഒരു കാര്യം ചെയ്യുന്നത് PSC ഇരുന്ന് പഠിച്ച് സെറ്റായിട്ടൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവാൻ നോക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വീട്ടിൽ വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ ഫുള്ള് ഫയറായിരുന്നു. അതായത് എനിക്കൊരു സ്ഥാപനം ഇടണം. അന്ന് എനിക്ക് 25 വയസ്സാണ്. ഞാൻ വീട്ടിൽ വന്ന് ഫുള്ള് തളർന്നിരിക്കുക. കാരണം എൻ്റെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ല, എന്നെ അവരെല്ലാവരോടും മുതലാക്കി എന്നുള്ള വിചാരത്തിലായിരിക്കണം. എൻ്റെ ഒരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കും വീട്ടിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വീട്ടിൽ 1 കിലോ അരി വാങ്ങിത്തരാൻ എൻ്റെ ഒരു കാശുണ്ടോ? അന്ന് വൈകുന്നേരം തന്നെ ചില ആളുകളൊക്കെ ദൈവം പോലെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതേ നാട്ടിലുള്ള സക്കീറാണ്, പേര് എനിക്ക് പറയേണ്ടതുണ്ട്. രണ്ടാമതൊരു ദൈവം എൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ അഫ്സൽ. തൊട്ടടുത്ത ദിവസം ഞാൻ അതേ സ്ഥാപനത്തിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവില്ല. അവർ പറയുന്നത് ഞങ്ങൾ ട്യൂഷൻ സെൻറ്റർ കണ്ടിട്ടല്ല വന്നത്, മാധവ് സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് വന്നത്. പക്ഷേ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വെറും 3 ദിവസം കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി തത്തമംഗലം മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് സിഗ്നേച്ചർ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾ കാണും, കണ്ടാൽ നിങ്ങൾ അതിനകത്ത് കയറിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്.